ചില ജീവിതങ്ങളുണ്ട്, ചില മനുഷ്യരുണ്ട്, അവര് സമൂഹത്തിനാകെ പ്രചോദനം പകരുന്ന വ്യക്തിത്വമായിരിക്കും. അവരുടെ വാക്ക്, അവരുടെ ശൈലി, അവരുടെ ലാളിത്യം ഒക്കെ നമ്മ വല്ലാതെ അതിശയിപ്പിച്ച് കളയും. ഇന്ന് ഞങ്ങളോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. സമ്പത്ത് കൊണ്ട്, സ്നേഹം കൊണ്ട്, ഇഷ്ടം കൊണ്ട്, ലാളിത്യം കൊണ്ട് ഒക്കെ നമ്മ അതിശയിപ്പിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ. കാസർഗോഡിന്റെ അഭിമാനം അബ്ദുൽ ലത്തീഫ് ഉപ്പള ഗേറ്റ്. ആ പേരുകൾക്കപ്പുറം ഒരു വിശേഷണം ആവശ്യമില്ല. കാസർഗോട്ടുകാരുടെ പ്രിയപ്പെട്ട ലത്തീഫ് ചയുടെ ജീവിതമാണ് നമ്മൾ ഇന്ന് കേട്ടറിയുന്നത്. നമസ്കാരം. ആദ്യമായിട്ട് ചോദ്യങ്ങളില്ല, നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് ഒരുപക്ഷെ ലത്തീഫ് ചയെ പരിചയപ്പെടുന്ന ഓരോ മനുഷ്യനും പറയുന്ന ഒരു വാക്കുണ്ടാവും. നമ്മൾ ഒരുപാട് സമ്പന്നരെ കണ്ടിട്ടുണ്ട്, നമ്മൾ ഒരുപാട് പണക്കാരെ കണ്ടിട്ടുണ്ട്, പണച്ചാക്കുകൾക്ക് മുന്നിൽ നമ്മളിങ്ങനെ ദൂരെ പോയി നിന്നിട്ടുണ്ട്. പക്ഷെ ഒരു സമ്പന്നന് ഇത്രത്തോളം സിമ്പിളാവാൻ പറ്റുമെന്ന് ഞങ്ങൾ അറിഞ്ഞത് ലത്തീഫ് ചയെ പരിചയപ്പെട്ടതിന് ശേഷമാണെന്ന് പലരും പറയാറുണ്ട്. ഞാൻ ലത്തീഫ് ചയുടെ ജീവിതത്തിന്റെ തുടക്കം, ഈ ബിസിനസിന്റെ വളർച്ചയുടെ തുടക്കം, അത് ചോദിക്കുന്നതിന് മുമ്പ് ഈ സിംപിൾസിറ്റിയെ കുറിച്ച് ചോദിക്കാനുള്ള കാരണം പലരെയും അതിശയിപ്പിച്ച ഒന്നാണ്. ഇതെങ്ങനെ ജീവിതത്തിൽ ഈ ഒരു തിരക്കുകൾക്കിടയിലും ഇതെങ്ങനെ കൊണ്ടു നടക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. കൊണ്ടു നടക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ലല്ലോ. നമ്മൾ വിചാരിച്ചാൽ നമ്മൾക്ക് എന്തും സാധ്യമാവും എന്നുള്ളതിന്റെ ചെറിയൊരു ഉദാഹരണമാണ് ഞാൻ. അല്ലെങ്കിൽ പലതും നമ്മൾ മനസ്സിൽ ചെറുപ്പകാലത്ത് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു, അങ്ങനെ ആവണമെന്ന് വിചാരിച്ചിരുന്നു. ഇപ്പൊ എൻ്റെ അടുത്ത് പല ആളും ചോദിച്ചിട്ടുണ്ട്, സ്വപ്നം കൂടുന്നതിനെ പുറക്ക് വീടിന്റെ പേര്. ഞാൻ പറഞ്ഞു എൻ്റെ സ്വപ്നമായിരുന്നു, ഞാൻ ചെറുപ്പകാലത്ത് ഇങ്ങനെ ആലോചിച്ചിരുന്നു, അവർക്ക് ഇങ്ങനത്തെ ഒരു വീട് ഉണ്ടാക്കണം, അതിൽ സ്വിമ്മിംഗ് പൂള് വേണം, അല്ലെങ്കിൽ ഇത് വേണം. അപ്പൊ അതിലെത്താനുള്ള അപ്പൊ നമ്മൾ ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യം, നമ്മൾ വിചാരിച്ചാൽ എല്ലാം നടക്കും. പിന്നെ ഈ സിംപിൾസിറ്റി ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ റിച്ചാണ്? നമ്മൾ റിച്ചാവണമെങ്കിൽ നമ്മൾക്ക് സമൂഹത്തിൽ നിൽക്കണം, അപ്പോഴല്ലേ. ജനങ്ങൾക്കൊരു അല്ലെങ്കിൽ സമ്പന്നർക്കൊരു തെറ്റിദ്ധാരണ, നമ്മളിങ്ങനെ ലളിതമായിട്ട് ജീവിച്ചാൽ, ആളുകളെ തോളത്ത് കൈയിട്ട് നടന്നാല്, അവരോട് ചിരിച്ചാലൊക്കെ അവർ നമ്മെ ഉപയോഗപ്പെടുത്തുമെന്നുള്ളൊരു ചിന്ത പല ആളുകൾക്കുണ്ട്. അത് ഉണ്ട്. അത് പല ആൾക്കും അങ്ങനെ ഉണ്ടാവാം. പക്ഷെ അതിന്റെ റൈറ്റ് വേ ഇതാണ്. അതായത് നമ്മൾ എല്ലാവരെ കൂടെ ഒന്നിച്ച് നിന്നാൽ മാത്രമേ, ഇപ്പം ഞാൻ ഒരു കാട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലോകത്ത് വലിയൊരു സമ്പന്നനായിട്ട് നിന്നിട്ട് അവിടെ എന്ത് കഥയാണ് ഉള്ളത്? ഇപ്പൊ കടലിലെ വെള്ളത്തിന്റെ കഥ പറഞ്ഞ പോലെയാണ്. അത് കടലിലുണ്ടെങ്കിൽ ഇളകുമ്പോഴല്ലേ ആ തിരക്കൊരു സുഖവും സന്തോഷമുള്ളൂ. അല്ലെങ്കിൽ ബക്കറ്റിൽ പിടിച്ചു കൊടുക്കുന്നതിലേക്ക് വല്ല അനക്കമുണ്ടാവും ഇല്ല. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക്, ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ഇതുമായിട്ട് ഞാൻ കഴിയുകയാണെങ്കിൽ അതിന് അത്ര എൻജോയ് ചെയ്യുണ്ടാവും. ഇപ്പൊ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, ഈവൻ ഉദാഹരണത്തിന് പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ബിസിനസ് ക്ലാസ്സിൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും ആ ഫ്ലൈറ്റിൽ കയറുന്നവരെ ഞാൻ ലോക്കൽ ആളെ കൂടെ അവരെ ഇവിടെ ഇരിക്കും, അവരെ ലോഞ്ചിലിരിക്കുന്ന കുറെ നേരം അവരെ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന വർത്താനം കേൾക്കും. അവർ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾക്ക് പടച്ചോൻ തന്ന നിയമത്തും നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതും. അവരൊരു 2 കിലോ ലഗേജിന്റെ കഥകളൊക്കെ ആയിരിക്കും പറയുന്നത്. ഒരു മാസം അവന്റെ യാത്ര നീട്ടിവെച്ച കഥ, കാരണം 10 റിയാൽ ഒരു മാസം നീട്ടിവെക്കുന്ന കാരണം അവന് ഒരു 1000 രൂപ കുറഞ്ഞു കിട്ടും ടിക്കറ്റിന് അടുത്ത മാസം എടുത്താൽ. അപ്പൊ അങ്ങനെയെല്ലാം കാണുമ്പോഴാണ് നമ്മൾക്ക് പടച്ചോൻ തന്ന നിയമത്തും നമ്മൾ എന്താണ് എന്നും ബാക്കിയുള്ളവരിൽ നിന്ന് വാട്ട് ഈസ് നമ്മൾ ഡിഫറെന്റ് എന്നുള്ളതും അപ്പോഴായിരിക്കും നമ്മൾ സിമ്പിളാകുന്നത് കൂടുതലും. കാരണം നമ്മൾ പിന്നൊരു കണ്ണില്ലാത്തവനെ കണ്ടാലല്ലേ നമ്മൾക്ക് മനസ്സിലാകും കാരണം എന്താണെന്ന്. അതുപോലെയാണ് നമ്മൾ മനുഷ്യനിലോട്ട് നോക്കിയാൽ നമ്മൾ മനുഷ്യനാവും. എന്തായാലും ലത്തീഫ് ചയുടെ ജീവിതം അത്രയൊന്നും മോശമായിട്ടുള്ള ഒരു സാമ്പത്തിക അവസ്ഥയിലുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നായിരുന്നില്ല ലത്തീഫ് ച വന്നത്. പക്ഷെ എങ്കിലും പലപ്പോഴും ലത്തീഫ് ച പറയാനുള്ള ഒരു കഥയുണ്ട്. അതായത് ആദ്യമായിട്ട് റാസൽ ഖൈമയിലേക്ക് പോയ ആ ഒരു കഥ, അവിടെ ലേബറായിട്ട് ജോലി ചെയ്ത ഒരു കഥയുണ്ട്. അത് വല്ലാതെ മനസ്സിൽ തട്ടുന്ന ഒരു കഥയാണ്. അവിടെ നിന്നാണ് ലത്തീഫ് ച വളരുന്നത്. കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ, നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ നമ്മൾ ഉയരത്തിലെത്തുമെന്ന് നമ്മുടെ ആ ജീവിതം കൊണ്ട് പറഞ്ഞു തന്നത്. ഇന്ന് എത്രയോ മനുഷ്യർക്ക് ജോലി നൽകുന്നുണ്ട്, എത്രയോ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, എത്രയോ പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. മക്കളുടെ വിവാഹം നടക്കുമ്പോൾ അതിനേക്കാൾ കേമമായിട്ട്
എത്രയോ പാവപ്പെട്ട സഹോദരി സഹോദരന്മാരുടെ കല്യാണം നടത്തിയിട്ട് മാതൃക പകരുന്നുണ്ട്. നമുക്ക് ചോദിക്കാനുള്ളത്, ആ ഗൾഫിലേക്ക് പോയൊരു സമയമുണ്ട്, ഒരു ടേണിംഗ് പോയിന്റിലേക്ക് എത്തിയ ഒരു നിമിഷമുണ്ട്, അതിനെ കുറിച്ചാണ് അറിയാൻ ആഗ്രഹമുള്ളത്. ഗൾഫിൽ എന്ന് വെച്ചാൽ ആദ്യം ഉപ്പക്ക് ഞാൻ ജനിക്കുമ്പോൾ തൊട്ട് തന്നെ ഉപ്പക്ക് ബോംബെയിലെ റെസ്റ്റോറൻ്റാണ്. അത്യാവശ്യം നല്ലൊരു സാമ്പത്തിക നിലയിൽ തന്നെയാണ് വളർന്നതും ഇതായതും. അത് ഞാൻ ഇന്നും പറയലുണ്ട്. പണ്ട് ഉപ്പ ബോംബെയിൽ നിന്ന് അഫ്ലാത്തും കൊണ്ടുവരും, മറ്റേ എന്താണ് പിയേഴ്സിന്റെ സോപ്പ് കൊണ്ടുവരും, ഈ ബിസ്ക്കറ്റ് കൊണ്ടുവരും. അതൊക്കെ ഇട്ടാണ് അന്നും വളർന്നത്, ഇന്നും അത് തന്നെ ഇടുന്നുള്ളൂ, അതിനൊരു മാറ്റം വന്നിട്ടില്ല. അപ്പൊ അത്യാവശ്യം ഒരു നല്ല ലെവലിൽ തന്നെയാണ് അന്നൊന്നും പറയാം. സാമ്പത്തിക സ്ഥിതി നന്നായിരുന്നു. അതെ, ഒരു ഫാമിലി. ശരിക്കും ഞാൻ പറയാം, ഞാൻ അന്ന് പിയേഴ്സ് സോപ്പ് ഇട്ട് അന്ന് ഉപ്പ മുംബൈയിൽ നിന്ന് കൊണ്ടുവരാതിട്ടാ കുളിക്കുന്നത്. അത് ഇന്നും ഈ ലെവലിൽ എത്തി പിയേഴ്സ് സോപ്പ് ഇട്ടിട്ട് കുളിക്കുന്നുള്ളൂ. അപ്പൊ വെച്ചാല് നമ്മൾ മാറുന്നില്ല. അപ്പൊ അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഉപ്പ എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് പോണോ, ഗൾഫിൽ പോകണ്ട, എന്തിപ്പോ ആവശ്യം എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, എല്ലാവരും ആ പെട്ടിയും കെട്ടും ആ ടൈപ്പ് കാർഡും ആ ഗൾഫിന്റെ പണ്ടത്തെ ഒരു ഗ്ലാമർ, അതാണ് എന്നെ ആകർഷിച്ചത്. പരിവേഷം ആ നാട്ടിൽ വന്നിട്ടില്ല. അപ്പൊ അത് വെച്ചിട്ടാണ് ഗൾഫിൽ പോകാൻ തീരുമാനിക്കുന്നു. എൻ്റെ പെങ്ങളും അളിയനും അവിടെ ക്യാമ്പിലാണ്. അപ്പൊ അവര് വിസ അയച്ചു തരുന്നു, ഞാൻ അവിടെ എത്തുന്നു. അത് ഫ്രീ വിസ ആയിരുന്നു. എന്നിട്ട് എനിക്ക് ജോലി ഒരുപാട് അന്വേഷിക്കുന്നു, എവിടെയും ജോലി കിട്ടാൻ ഭയങ്കര ടഫാണ്. ഇപ്പൊ ഈ ഗൾഫ് അത്ര എളുപ്പമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ആണ് കുറെ ദിവസം, ഒരു മാസത്തോളം ജോലിയിലാണ് നിന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റൂല. ഞാൻ തന്നെ ഒരു ജോലി കണ്ടുപിടിക്കുന്നു. അതൊരു ലേബർ വർക്കായിരുന്നു, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ. അത് ഈ സിമെന്റ് കമ്പനിയിലെ ഷെഡ്യൂൾ വർക്കാണ്, ടെമ്പററി വർക്കാണ്. അപ്പം അവിടെ ഞാൻ ജോലിക്ക് പോയി തുടങ്ങി. പെങ്ങളടുത്തും അളിയൻ്റെ അടുത്തും പറഞ്ഞു വേറെ ഓഫീസിലെ വർക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവരെ കൂടെയാ താമസിക്കുന്നതിന്. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ടീഷർട്ടും ജീൻസൊക്കെ ഇട്ട് കുട്ടപ്പനായിട്ട് പോകും. ചെറിയ പയ്യനല്ലേ, അന്ന് മീശൊന്നും വന്നിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് താടി പഠിക്കുന്നതും മീശയൊക്കെ വരുന്നതും ഗൾഫിൽ നിന്നാണ്. അപ്പോൾ അവിടെ പുറത്തെത്തിയതിന് ശേഷം ഞാൻ അവിടെ എത്തിയിട്ട് ബോയിലർ സൂട്ടും സേഫ്റ്റി ഷൂവും നമ്മളെ ഹെൽമെറ്റും ഇതൊക്കെ വെച്ച് പണിക്കിറങ്ങും. എന്നിട്ട് വൈകുന്നേരം വരുമ്പോ അതൊക്കെ ചുറ്റി കുട്ടി ബാഗിലാക്കി ടീഷർട്ട് ഇട്ട് വീട്ടിൽ വരും, കുട്ടപ്പനായിട്ട് വരും. അപ്പൊ ഇവരറിയുന്നില്ല. അങ്ങനെ 1-2 മാസം പോയി. പിന്നെ ഇവർക്ക് അങ്ങനെ ഒരു ഇൻഡ് കിട്ടി, അവിടുന്ന് വന്നു. പിന്നെ എന്നെ ഇവരത് നിർത്തിച്ചു. എന്നെ പറഞ്ഞ തൽക്കാലം നീ ഇപ്പൊ ഈ ജോലി ചെയ്യണം, തിരിച്ച് ജോലി കിട്ടുന്നില്ലെങ്കിൽ നാട്ടിൽ തന്നെ പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ 1-2 വർക്ക് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എന്താ പറയുക, അത് നമ്മുടെ ആഗ്രഹമാണല്ലോ, ജോലി ചെയ്ത് ഇപ്പൊ ആരെയും ബുദ്ധിമുട്ടിക്കാനുള്ള സ്വന്തം കാലിൽ നിൽക്കണം. ഇപ്പം വരാൻ പറഞ്ഞു. അപ്പോഴാണ് പിന്നെ ഇറ്റലിക്ക് പോകാൻ ഒരു അവസരം കിട്ടുന്നത്, യൂറോപ്പിലോട്ട്. ഇറ്റലിന്റെ UAE എംബസിക്ക് ഒരാളെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒറ്റ ഒരു വേക്കൻസിയേ ഉള്ളൂ. അപ്പം ഞാനും അപേക്ഷിച്ച് പോയി ഇന്റർവ്യൂവിന്റെ അവിടെ ഇരുന്ന് നോക്കുമ്പോൾ അവിടെ എന്നെക്കാളും വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ കിട്ടൂല എന്നുള്ള ഒരു ബോധം ഉണ്ടെങ്കിൽ ഞാൻ അവസാനം വരെ ഇരുന്ന ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവർ വന്ന് ചോദിച്ചു ഇങ്ങനെ, ഓക്കെ ഇതിൽ റിലീസ് കിട്ടാൻ ആർക്കെങ്കിലും വകുപ്പുണ്ടോന്ന് ചോദിച്ചു. വിസ ക്യാൻസൽ ചെയ്യാതെ അന്ന് റിലീസ് കിട്ടൂല. റിലീസ് കൊടുത്താല് ആ കൊടുത്ത വ്യക്തിക്ക് വിസ നഷ്ടപ്പെടും. പിന്നെ അവർക്ക് പകരം വിസ എടുക്കാൻ പറ്റൂല. എന്റെ ഷെയ്ഖിന്റെ വിസയായിരുന്നു. ഞാൻ കൈപൊക്കി പറഞ്ഞു എനിക്ക് കിട്ടുമെന്ന്. വെറുതെ ഞാൻ അങ്ങ് ഒരു വിശ്വാസം കൊണ്ട് പറഞ്ഞു, ഓക്കെ കിട്ടുകയാണെങ്കിൽ അതും എടുത്തിട്ട് ആരാ വരുന്ന അവർക്ക് ഇത് കിട്ടുമെന്ന് പറഞ്ഞു. ഈ ഞാൻ പിറ്റേന്ന് പോയി ഷെയ്ഖിന്റെ അടുത്ത് അവര് ആരും തരൂലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ സംസാരിച്ചു നോക്കാം, ഷെയ്ഖായിട്ട് എനിക്കത് കാണാനൊരു അവസരം ഉണ്ടാക്കി തന്നാൽ മതി. ഷെയ്ഖിന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഷെയ്ഖ് പറഞ്ഞ് ഇപ്പൊ ഈ റിലീസ് തന്നാൽ നീ ഇവിടുന്ന് പോവുക, അപ്പൊ എന്താണ് റിലീസ് എടുത്തോ. ഞാൻ അതും വാങ്ങി നേരെ വന്നു. ഞാൻ അപ്പോയിന്റ് ആയി. അങ്ങനെ ആദ്യമായിട്ട് ഇറ്റലി പോകുന്നു. UAE എംബസിയിൽ ജോലി ചെയ്യുന്നു. അത് കഴിഞ്ഞ് 4 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. എല്ലാ വർഷവും നാട്ടിൽ വരും പോവും ഇതാവും. ആ കാലത്തൊക്കെ യൂറോപ്പിലൊക്കെ പോവാന്ന് പറഞ്ഞാല് വലിയ സംഭവമാണ്. അത്ര ആരുമില്ല. എനിക്കതൊരു ഡ്രീം ആയിരുന്നു യൂറോപ്പിലൊക്കെ പോയി വർക്ക് ചെയ്യണമെന്നുള്ളത്. അപ്പൊ ആ സമയത്ത് യൂറോപ്പ് മൊത്തം കറങ്ങിയിട്ടുണ്ട്. ബിക്കോസ് ഐ എം റെസിഡന്റ് ആണല്ലോ അവിടെ. അപ്പോൾ മൊത്തം യൂറോപ്പ് ട്രെയിനിൽ കറങ്ങാൻ ഇതാക്കാനൊക്കെ ആ അവസരത്തിൽ തന്നെ നല്ലോണം അവസരം ലഭിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ പോക്ക് ശരിയല്ല എന്ന് കണ്ടപ്പോൾ അവധിക്ക് വന്നപ്പോൾ ഉപ്പ ഉമ്മയും പറഞ്ഞു ഇനി പോകണ്ട, തൽക്കാലം യൂറോപ്പിന്റെ മതിയാക്കിക്കോ. പോകാൻ സമ്മതിച്ചില്ല. കാരണം ചെറുപ്പല്ലേ, യൂറോപ്പ് അല്ലേ. അപ്പോൾ ഇവർക്ക് തന്നെ ഒരു പേടി കൈവിട്ടു പോകുന്നു. അപ്പോൾ അത് അവരെ പേടി കറക്റ്റ് ആയിരുന്നു. ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേനെ, നമുക്കറിയില്ലല്ലോ, അന്നെല്ലാം നമ്മളറിയാത്ത കാലങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ എന്നെ പോകാനും സമ്മതിച്ചില്ല. ഞാൻ പോയില്ല. ഉപ്പ പറഞ്ഞ് നീ കാര്യം ചെയ്യ്, ബോംബെയിൽ വന്ന് ഹോട്ടൽ ഏറ്റെടുത്തു. ഞാൻ ഉപ്പൻ്റെ അടുത്ത് നിന്ന് ഹോട്ടൽ ഏറ്റെടുത്ത് അവിടെ ബോംബെയിൽ ഹോട്ടലെടുത്ത്. അത് കഴിഞ്ഞ് പിന്നെ
ഈ എല്ലാവരും നമ്മളെ നാട്ടുകാരൊക്കെ മൊത്തം ഈ സീമെൻസ് ആണല്ലോ. ഇന്ന് കുറവാ, അന്ന് കൂടുതൽ ഒരുപാട് ആരിക്കാരിയിലൊക്കെ. അപ്പൊ അവർ ഒരുപാട് രാജ്യങ്ങൾ കറങ്ങിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറയുന്ന കേട്ടിട്ട് ഇപ്പൊ എനിക്കും ഒന്ന് സീമൻ ആവണം എന്നൊരാഗ്രഹം. ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചു, പിന്നെ സാധിച്ചു. അങ്ങനെ ആദ്യം ഷിപ്പിൽ പോയി, അങ്ങനെ 5 കപ്പലിലോളം പോയി ഞാൻ. ചെറിയ പ്രായത്തിൽ വിമാനം കയറി, കപ്പൽ കയറി, അതെല്ലാം ഒരു ആഗ്രഹമാണ്. ഒന്ന് വിചാരിച്ചാൽ അത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് നടക്കും. അത് നമ്മൾ അതിന്റെ ബാക്കിൽ നിന്ന് കൂടിയാൽ. അപ്പൊ അതെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഗൾഫിൽ സൗദിക്ക് പോകുന്നത്. അത് ഹോസ്പിറ്റൽ ഫീൽഡിൽ ഒരു മാർക്കറ്റിംഗ് മാനേജറായിട്ടാണ് പോകുന്നത്. 1 വർഷം കൊണ്ട് തന്നെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്നുള്ളത് മാർക്കറ്റിംഗ് മാനേജറായി, അഡ്മിൻ മാനേജറായി. പിന്നെ അതിന്റെ മൊത്തം ചുമതല തന്നെ എൻ്റെ തലയിലായി. പിന്നെ അവർക്ക് വേണ്ടി വേറെ ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കി തുടങ്ങി. 1-2 ഉണ്ടാക്കിയപ്പോൾ പിന്നെ എന്നെ കുറെ ആൾ ഉപദേശിച്ചു, അവർക്ക് വേണ്ടി ഉണ്ടാക്കി സ്വന്തമായിട്ട് എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ. അങ്ങനെയാണ് ഞാൻ ആ ഫീൽഡിൽ വരുന്നതും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മെസ്സേജ്. ഫസ്റ്റ് ഹോസ്പിറ്റൽ ഏത് വർഷമായിരുന്നു? ഫസ്റ്റ് ഹോസ്പിറ്റല് 2000 മസ്കറ്റിൽ അല്ല, സൗദി അറേബ്യയിലെ ആംബോലായിരുന്നു ഞാൻ ആദ്യമായിട്ട് സ്വന്തമായിട്ട് തുടങ്ങിയത്. ഞാൻ ആംബോല്. അത് കഴിഞ്ഞ് പിന്നെ മസ്കറ്റിലാണ് പിന്നെ തുടങ്ങുന്നത്. മസ്കറ്റിൽ തുടങ്ങി, ബഹ്റൈനിൽ തുടങ്ങി, സൗദിയിൽ വീണ്ടും തുടങ്ങി, കുവൈറ്റിൽ തുടങ്ങി, ഖത്തറിൽ തുടങ്ങിയത് ഫുട്ബോളിന്റെ സമയത്ത് ചെറിയൊരു അത് പൊളിക്കേണ്ടി വന്നു. ആ ഏരിയ ഡെമോളിഷ്. പിന്നെ ദുബായിൽ എല്ലായിടത്തും ഉണ്ട്. ഏകദേശം 30ഓളം സ്ഥാപനം, 30ഓളം GCCയിൽ മാത്രമുണ്ട്. ഇന്ത്യയിലുണ്ട്. ഇപ്പൊ നമുക്ക് മംഗലാപുരം ഇന്ത്യാന ഹോസ്പിറ്റൽ ആൻഡ് വൈസ് ചെയർമാൻ ആസനത്തുണ്ട്. നമ്മളെ കാസർഗോഡ് വിൻടച്ച് ഹോസ്പിറ്റല്, കാഞ്ഞങ്ങാട് ഐഷാദ് ഹോസ്പിറ്റല്, നഴ്സിംഗ് കോളേജ്, മംഗലാപുരം കൺവെൻഷൻ സെന്റർ, അതുപോലെ ഗ്ലോബൽ സ്കൂള് അതിന്റെ ചെയർമാൻ, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജ് സെറ്റ് പയ്യന്നൂർ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇപ്പൊ മംഗലാപുരം കഴിഞ്ഞാൽ കോഴിക്കോടിന്റെ അകത്ത് BRക്കുള്ള എഞ്ചിനീയറിംഗ് കോളേജ് നമ്മളതേ ഉള്ളൂ. എല്ലാ ബ്രാഞ്ചും ഉണ്ട് നമ്മുടെ അടുത്ത്. സിവിൽ, മെക്കാനിക്ക്, ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, പ്ലസ് കമ്പ്യൂട്ടർ ഡിപ്ലോമ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എല്ലാം. ഏകദേശം ഇപ്പോൾ ഒരു 10-11 ബ്രാഞ്ച് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച്. അതുപോലെ ഇപ്പോൾ നഴ്സിംഗ് കോളേജ്, അലൈഡ് ഹെൽത്ത് സയൻസ് 10ഓളം കോഴ്സ് ഉണ്ട് ഇപ്പൊ നമ്മളെ ഇതിൽ. ഇപ്പൊ ഞാൻ ഹെൽത്തിലോട്ടും എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനാണ് കൂടുതൽ ഇത് ചെയ്യുന്നത്. പിന്നെ കുറെ കച്ചവടമൊക്കെ അത്യാവശ്യം ഇങ്ങനെ ഞാൻ ചെയ്യുന്നതല്ല, അത് കുറെ ആൾ വലിച്ച് അതിലോട്ട് നമ്മളെ കൊണ്ടുവരും. അപ്പൊ ഞാൻ മനസ്സിൽ കൊണ്ട് വിചാരിക്കും, ഓക്കെ ഞാൻ കൂടിയത് കൊണ്ട് അവർക്ക് ഗുണമാവുമല്ലോ. അപ്പൊ ആ ഒരു അങ്ങനെയാണ് പല ബിസിനസ്സിലോട്ട് ഞാൻ വന്നത്. ഒരുപാട് ഏരിയ ഉണ്ട്. റെസ്റ്റോറന്റ് ഫീൽഡ് തൊട്ട് ഇലക്ട്രിക് തൊട്ട് ഇലക്ട്രോണിക്സ് തൊട്ട് ഷോറൂം തൊട്ട് അതൊക്കെ ഓരോ വ്യക്തികൾക്ക് വേണ്ടി സമീപിച്ചപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി. പക്ഷെ ആ പടച്ചന്റെ അനുഗ്രഹം കൊണ്ട് അവരും നമ്മളും നന്നായ ചരിത്രമേ ഉള്ളൂ. എവിടെയും തോപ്പിച്ചിട്ടില്ല. അത് നമ്മുടെ മനസ്സിന്റെ ഇതാണ്. പല സ്ഥലവും നമ്മളെ കൂടെ എടുപ്പിക്കലുണ്ട് പല ആൾക്കാരും. ബുദ്ധിമുട്ടിയിട്ട് ഞാൻ ഒരുപാട് സ്ഥലം ഞാൻ വാങ്ങിയിട്ടുണ്ട്. കാരണം എനിക്ക് വേണ്ടിയിട്ടല്ല, അവരെ ബുദ്ധിമുട്ട് തീരാൻ ഇത് വിറ്റാലേ പറ്റൂ. അവർക്ക് അങ്ങനെ പല വരുന്ന അവസരത്തിലാണ് പലപ്പോഴും നമുക്ക്. പക്ഷെ അതൊക്കെ നന്നായിട്ടേ ഉള്ളൂ ഭാവിയിൽ. അങ്ങനെ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിലും കുറച്ച് എവിടെയും തോപ്പിച്ചിട്ടൊന്നുമില്ല. അത് നമ്മൾ തുറന്ന് നല്ല മനസ്സുകൊണ്ടല്ലേ, അവരെ ഒരു രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്തെങ്കിലും. ചിലപ്പോൾ സ്ഥലം കണ്ണിൽ കാണാതെ നമ്മൾ ഇഷ്ടംപോലെ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അപ്പൊ വീട്ടിൽ വന്ന് സംസാരിച്ച് വേറെ വഴിയില്ല, അവർക്ക് ഇത് കൊടുത്താലേ പറ്റും. ഇല്ലെങ്കിൽ അവരെ പ്രശ്നം തീരുന്നില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇത്രയും 6 മാസം കൊണ്ട് നിങ്ങൾ തിരിച്ചെടുത്ത് ഇതേ പൈസ തന്നിട്ട് നിങ്ങൾക്ക് എന്നെ ഞാൻ എഴുതി തന്നേക്കാം. അല്ല അത് നീ എടുത്തോ ഒന്നും പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് പല കച്ചവടം ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിൽ കാണുന്നെന്തറിയും, അതൊക്കെ ഇന്ന് എൻ്റെ അടുത്ത് നാളെ പിന്നെ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതൊന്നും നമ്മൾ കണ്ടല്ലോ, നമ്മളെ കണ്ണു മുമ്പിൽ. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എത്രയോ വലിയ വലിയ പണക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ഭാവിയിൽ ചിലപ്പോൾ ഒന്നും അല്ലാണ്ടായി. അവരുടെ മക്കളൊന്നും, അവരൊക്കെ നന്ന നിലയിൽ അവരുടെ മക്കളൊന്നും അല്ലാണ്ടായി. ചിലത് മക്കൾ നന്നായി വന്നു. അപ്പൊ അതൊക്കെ കർമ്മ നമ്മൾ പറയില്ലേ, കർമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫലങ്ങൾ. അപ്പൊ നമ്മൾ നല്ലത് ചെയ്താൽ തീർച്ചയായിട്ടും നല്ലത്. മറ്റൊരു ഹോസ്പിറ്റലുകള്, മറ്റു ഒരുപാട് സ്ഥാപനങ്ങൾ, എത്രയോ ആളുകൾക്ക് ജോലി കൊടുക്കുന്നുണ്ട്. ഏകദേശം എത്ര ആളുകൾ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ടാവും? ഇപ്പം
ഏകദേശം ഒമാനിൽ തന്നെ ഒരു 2500+ ആൾക്കാരുണ്ട്. ബഹ്റൈനിൽ നിയർലി 2000 അടുത്ത് 1800 അടുത്ത് അവിടെ ഉണ്ട്. അതുപോലെ സൗദിയിലുണ്ട്, കുവൈത്തിലുണ്ട്, ദുബായിലുണ്ട്, ഇപ്പം നാട്ടിൽ. ഇതൊക്കെ കൂടിയാൽ മിനിമം ഒരു 6000 അടുത്ത് 5,000 to 6,000 ആൾക്കാർ, 6000-ഓളം കുടുംബങ്ങൾ ഞാൻ ജോലി ചെയ്യുന്നത് പറയുന്നില്ല. ഞാൻ ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല ഭദ്രസമ നമ്മളതാണെന്നോ എന്റേതാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം നമ്മളതാണ് അത്രയും അവരും കൂടി ചെയ്യുന്ന, അവരെ കുടുംബം കഴിയുന്ന അതിലല്ലേ, അവർ കൂടെ നിൽക്കുന്നത് കൊണ്ടല്ലേ നമ്മളുള്ളത്. നമ്മൾക്ക് ചിലപ്പോ വരുമാനം കൂടുതലായിരിക്കാം, ഇതായിരിക്കാം. എല്ലാവർക്കും അവരവരെ ജോലിക്കനുസരിച്ചുള്ള ഡോക്ടർ വരുമാനം. ഈവൻ അതിന്റെ ഒരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ആണെങ്കിലും പാർട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മളെ സ്ഥാപനത്തിന്റെ ഭാഗമാണല്ലോ. അപ്പൊ അവരെ വരുമാനം കുറവായിരിക്കും, പക്ഷെ അത് അവരതല്ലാണ്ടാവുന്നില്ല. ഞാൻ എപ്പോഴും പറയല് നമ്മളെ സ്ഥാപനമാണെന്നാണ്. തന്നെയാണ് ഓരോ തൊഴിലാളികളും അവരുടെ പ്രയത്നത്തിന്റെ കൂടി ഫലമാണ് ഈ വളർച്ച എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും പലപ്പോഴും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, 20, 22, 23, 25 വർഷമായ എംപ്ലോയീസ് ഉണ്ട് നമ്മളെ കൂടെ. അപ്പൊ പലപ്പോഴും ചില ആൾ ചോദിച്ചിട്ടുണ്ട്, അയാൾ നിങ്ങളെ പാർട്ട്ണറാണോ, ഇയാൾ നിങ്ങളെ പാർട്ട്ണറാണോ? അപ്പൊ നമ്മളാണോന്നോ അല്ലാന്നും പറയില്ല. കാരണം അവരത്ര ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന കാണുമ്പോൾ ചില ആൾക്കാർ ചോദിച്ചു പോകണം, അവർ നിങ്ങളെ പാർട്ട്ണറാണോ? സ്വന്തം പോലെ ജോലി ചെയ്യും. നമ്മൾ ഇന്നവരെ അല്ലാന്നും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും ചോദിച്ചാല് ചിരിച്ചിട്ട് പറയുമ്പോ എല്ലാരും പാർട്ട്ണറായതുകൊണ്ടല്ലേ ഇത് നടക്കുന്നത്. അങ്ങനെ നടക്കും, അല്ലാണ്ട് നമ്മൾക്ക് ഒരാളെ കൊണ്ടൊന്നും അത് എത്തൂലല്ലോ. ജയിച്ച ഓരോ മനുഷ്യന്റെ പിന്നിലും 2 കാര്യങ്ങൾ സമമായിട്ട് വരുന്നതാണ്. അതിലൊന്ന്, അവരൊക്കെ അവരുടെ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കിയവരായിരുന്നു. ലത്തീഫ്ച്ചയുടെ നമ്മളൊക്കെ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളൊന്ന്, ലത്തീഫ്ച്ചയ്ക്ക് മാതാപിതാക്കൾ എന്ന് പറഞ്ഞാല് ജീവനായിരുന്നു. ഉമ്മ എന്ന് പറഞ്ഞാല് വല്ലാത്തൊരു അനുഭവമായിരുന്നു. കാരണം പറയാനുള്ള കാരണം, ലത്തീഫ്ച്ചയുടെ വീട്ടിൽ ഇപ്പോഴും ആ ഉമ്മയുടെ മുറിയെ, ഉമ്മയുടെ കുപ്പായം, ഉമ്മ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ ഇപ്പോഴും വളരെ പൊന്നുപോലെ സൂക്ഷിക്കുന്നുണ്ട്. അത് വല്ലാത്തൊരു അനുഭവമാണ്. പക്ഷെ ജയത്തിന്റെ പ്രധാന കാരണം ഒന്നുകൂടി പറയാം, ഈ ഒരു കാലത്ത് സമൂഹം കണ്ടുവരുന്നത്, നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്. നമ്മൾ വൃദ്ധസദനങ്ങളെ കുറിച്ച് പറയും, വൃദ്ധസദനങ്ങൾ വളരുന്നു, അവിടെ അമ്മമാര് അച്ഛന്മാര് തള്ളുന്നു എന്നൊക്കെ പറയും. പക്ഷെ വീട് തന്നെ വൃദ്ധസദനങ്ങളായി മാറിപ്പോകുന്ന കാലമാണ്. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ഉമ്മ ഉണ്ടാവും, ഉപ്പ ഉണ്ടാവും, ശ്രദ്ധിക്കൂല. അവരേതെങ്കിലും ഒരു മുറിയിൽ അവരെങ്ങനെ ബാക്കിയാക്കിയിട്ടുണ്ടാവും. അപ്പോഴാണ് മരിച്ചു കഴിഞ്ഞിട്ടും ഉമ്മയുടെ ഓർമ്മകൾ ഒരു മുറിക്കുള്ളിൽ ഇങ്ങനെ പൊന്നുപോലെ വെക്കുന്നുള്ളത്. അത് വല്ലാത്ത മുറി അങ്ങനെ വെച്ചിരിക്കുകയാണ് ഇന്നും. ഉപയോഗിച്ച ഓരോ സാധനങ്ങൾ, തസ്ബീം, നിസ്കാരപ്പടവ് അടക്കമുള്ള ഉമ്മന്റെ ഡ്രസ്സ് അടക്കമുള്ള, അത് നമുക്ക് ഫോട്ടോ വെക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അതൊക്കെ സൂക്ഷിക്കാന്നുള്ളതാണ്. നമുക്ക് നമ്മളെ മക്കൾക്കും അവർക്കെല്ലാം ഇത് കാണാൻ പറ്റും. അത് പാടാണ്. പണ്ടിങ്ങനെ നമ്മള് അതായത് അത് നമ്മൾ ഉമ്മനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും, അല്ലെങ്കിൽ ഉപ്പനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും ഉപരി നമ്മളെ തന്നെ സ്നേഹിക്കുന്നു പറയുന്നതാണത്. കാരണം ഇവ മക്കള് ഇത് കണ്ട് വളരുന്ന എൻ്റെ മക്കൾ തീർച്ചയായിട്ടും എന്നെയും അതുപോലെ ആയിരിക്കും അവര് ട്രീറ്റ് ചെയ്യുക. അതുകൊണ്ട് എങ്ങനെ എൻ്റെ മക്കൾ നോക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ ആയിരിക്കണം ഞാൻ എൻ്റെ ഉമ്മനെയും ഉപ്പനെയും ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അത് കണ്ടാണ് മക്കൾ വളരുന്നത്, അല്ലെ? സാധാരണഗതിയിൽ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളെ മക്കളെ ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് വളർത്തുന്നത്? എത്ര ഉറക്കമൊളിച്ച് അവൻ പഠിക്കണം ആഗ്രഹിച്ച് അവന് വേണ്ടി അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി എല്ലാ ത്യാഗമൊക്കെ ചെയ്ത് രാത്രി എത്ര പ്രാവശ്യം ഉറങ്ങി എണീക്കും, ഉറക്കം കിട്ടൂല. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ വളർത്തിയത്? അതെന്തുകൊണ്ട്? അതൊരു പ്രതീക്ഷ വെച്ചിട്ടല്ലേ നമ്മൾ മക്കളെ വളർത്തുന്നത്. അപ്പൊ ഇതേപോലെയല്ലേ നമ്മളെയും വളർത്തിയത്, നമ്മള് ഉപ്പയും. അപ്പൊ അവർക്കും ഒരു പ്രതീക്ഷ വെച്ചല്ലേ അവർ വളർത്തിയത്. അപ്പൊ അത് നമ്മളെങ്ങനെ കണ്ടില്ല എന്ന് പറയാൻ കാലത്ത് നമ്മളൊരു അതില്ല, ഒരു കൊടുക്കൽ വാങ്ങലല്ലേ. ഇപ്പൊ ഞാൻ എൻ്റെ ഉമ്മ ഉപ്പക്ക് വേണ്ടി എന്ത് ചെയ്താലും അത് എൻ്റെ മക്കൾ തിരിച്ചു എനിക്ക് തരും എന്നൊക്കെ ഉറപ്പുണ്ട്. എന്തുകൊണ്ട് വെച്ചാൽ തലയിൽ ഒഴിച്ചാൽ കാലം കൂടി പോകും. ഞാൻ അവരെ നെഗ്ലക്ട് ചെയ്താൽ തീർച്ചയായിട്ടും എന്നെ നമ്മളെ നെഗ്ലക്ട് ചെയ്യും. ഈ ഭൂമിയിൽ വെച്ച് അത് കിട്ടും. അത് അങ്ങനെയല്ലേ, ഈ സൈക്കോളജി അങ്ങനെയാണല്ലോ. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ നമ്മളെ കണ്ടിട്ടാണ് നമ്മളെ മക്കൾക്കും റോൾ മോഡൽ ആരാണ്? നമ്മളാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം എൻ്റെ ചെറിയ മകനുണ്ട്, ഇപ്പൊ US പഠിക്കുന്നത് വർഷങ്ങളായിട്ട്. ഇപ്പം അവൻ 5 വക്ത് നിസ്കരിക്കുന്ന കുട്ടിയാണ്. എന്ത് US ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ, അവൻ്റെ അടുത്ത് ആരും നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല. കാരണം അവൻ ജനിക്കുമ്പോ ഞാൻ നിസ്കാരം തുടങ്ങി നന്നായിട്ട് 5 വക്ത്. അത് കണ്ട് വളർന്ന അവൻ്റെ അടുത്ത് നിസ്കരിക്കാൻ പറഞ്ഞിട്ടേ ഇല്ല.
കാരണം അവൻ ഇപ്പൊ പുറത്ത് പോകുമ്പോഴത്തേക്കും ഇപ്പൊ ഇതെവിടെയാ നിസ്കരിക്കുക, കാരണം നമ്മൾ ചെയ്യുന്ന കണ്ടിട്ടില്ല അവൻ പഠിക്കുന്നു. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇറ്റ്. അപ്പൊ അത് എല്ലാവരും അങ്ങനെ നമ്മൾ മക്കളെടുത്ത് പറയേണ്ട, നീ ചെയ്താൽ മതി, മക്കൾ അങ്ങനെ ചെയ്തോളൂ. നമുക്ക് ആ മെസ്സേജേ പറയാനുള്ളൂ. അതൊന്ന് ആ ഒരു സമയം വൈകുന്നുണ്ട്, പക്ഷെ ഒരു ഓർമ്മയായിരിക്കും വലിയൊരു ഉമ്മ അല്ലെങ്കിൽ ഉപ്പ എന്നുള്ളത്. നമ്മൾ ആ നടുവയലിൽ പോകുന്നത്, അതെ, അവിടുത്തെ ഉമ്മയുടെ തറവാട് ലത്തീഫ്ച്ചക്ക് ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. കുറച്ചൊന്ന് പറയാൻ പറ്റും അതിനെ കുറിച്ച്? അതിനെക്കുറിച്ചില്ലെങ്കിൽ ഇപ്പൊ എല്ലാം ഒന്നിച്ച് പറയാനുള്ള സമയമൊന്നും ഇല്ല. അല്ല, അത് ഗൃഹാതുരത്വം നൊസ്റ്റാൾജിയല്ലേ എപ്പോഴും. നമ്മൾ അങ്ങനെ നിൽക്കുമ്പോഴേ ഇതാകുന്നുള്ളൂ. ഇപ്പൊ അന്ന് കുട്ടിയാനും വന്നിരുന്നു നമ്മളെ ചടങ്ങിന്, തറവാട്ടിലെ ഞങ്ങളെ നെടുവയൽ പുള്ളീസ് എന്ന് പറയുന്നത്. അതൊരു 1000-ൽ പരം ആൾക്കാരുണ്ട്. കാരണം ആ നടുവയൽ മമ്മിഞ്ഞിപ്പാക്ക് 10 മക്കളാണ്. അപ്പൊ ആ ഓരോ മക്കൾക്കും 10ഉം 8ഉം മക്കളുണ്ട്. അപ്പൊ അവരെ കുട്ടികളൊക്കെ ഇപ്പൊ വരുമ്പോൾ 1000-ന്റെ പുറത്ത് കണ്ടതല്ലേ. അപ്പൊ അതിന്റെ ഞങ്ങള് ഈ നടുവയൽ പുള്ളീസ് എന്ന് പറയുന്ന ഞങ്ങളെ ഫാമിലി ഗ്രൂപ്പിന്റെ ചെയർമാനാണ് ഞാൻ. അപ്പം ഞങ്ങളിപ്പോഴും അതാണ് ഒരു രസം എന്ന് വെച്ചാല്, ഇന്നും നമ്മൾ എല്ലാ കുടുംബത്തിനും ഒന്നിച്ച് നിർത്തി ആ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോഴേ നമ്മളെന്താന്ന് നമുക്കറിയും. അല്ലാതെ ഒരു യാന്ത്രികമായിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് എന്താ, അത് വലിയ കഥയില്ലല്ലോ. അതുപോലെ സ്കൂള് കുട്ടികളെ അടുത്ത് കഴിഞ്ഞ ഒരു ഇതിൽ ചോദിച്ചിരുന്നു, എനിക്ക് എന്താണ് അടുത്ത് എന്താവണം എന്ന് ആഗ്രഹമൊന്നുമല്ല. നമ്മുടെ ഇതെല്ലാം എൻ്റെ ആഗ്രഹമായിരുന്നു. നമ്മൾ തന്നെ പറയുന്നില്ലേ, ഇപ്പം പരിശ്രമിക്കൂ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ഇരു കരങ്ങളാൽ സൃഷ്ടിച്ചത് ഈശ്വരൻ പാരിൽ അയച്ചിതു നമ്മയെന്ന് പറയുന്ന പോലെ. അപ്പോൾ നമ്മൾ പരിശ്രമിച്ചാൽ അത് തീർച്ചയായിട്ടും പിന്നെ ഇപ്പം കൊയിലോന്റെ ഒരു കൊയിലോ അല്ലേ, കൊയിലോന്റെ സിദ്ധാന്തമില്ലേ അയാളെ, ഇത് നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങളെ മനസ്സിൽ ഉറപ്പിച്ച് ആ തീരുമാനിച്ച് നിങ്ങൾ ഇറങ്ങിയാൽ, അതിന് നിങ്ങൾ ശ്രമിച്ചാൽ, ദ യൂണിവേഴ്സ്, ദ ലോകം നിങ്ങളെ കൂടെ നിൽക്കുന്നാണ് പറഞ്ഞത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് ശ്രമിക്കുന്നു, വിടുന്നു, ഏകാഗ്രത ഇല്ല. ഞാൻ എന്താ ചെയ്യുന്ന, അതും ചെയ്യണം ഇതും ചെയ്യണം, നോ. ആദ്യം നമ്മൾക്കൊരു വിഷൻ വേണം. അത് കഴിഞ്ഞിട്ട് വേണം മിഷൻ ഉണ്ടാക്കാൻ. നമ്മൾ എന്താ ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ട് വേണം ആക്ഷൻ തുടങ്ങാൻ. അല്ലാതെ അതാണ് പറയുന്നത് വിഷൻ, മിഷൻ, ആക്ഷൻ. ഈ 3 കൂടിയാലേ നമ്മൾക്ക് വിഷൻ ഇല്ല. അതാണ് പ്രോബ്ലം. എനിക്കിപ്പോൾ ഒരു ടൂർ പോകണമെന്നും പറഞ്ഞ് ഞാൻ തോളിൽ ബാഗ് വിട്ട് ഇറങ്ങി റോഡ് സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ എവിടേക്ക് പോകുന്ന, അന്ന് മംഗലാപുരം പോവാം, ഇല്ല അല്ലെന്നാ കാസർഗോഡ് പോവാം, നോ. ഞാൻ പോകുന്നത് മുംബൈക്കാണ്. അപ്പൊ ഞാൻ മുംബൈക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? അതാ ഞാൻ ആദ്യം പഠിക്കണം, അതിന്റെ മിഷൻ ഉണ്ടാക്കണം, അതിന് ടിക്കറ്റ്, ട്രെയിൻ, അവിടെ എത്തിയിട്ട് എന്ത് ചെയ്യണം, എന്നിട്ട് വേണം ബാഗ് എടുത്തിട്ട് ഇറങ്ങാൻ. ഇപ്പൊ നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ ആദ്യം ബാഗ് എടുത്ത് ഇറങ്ങാണ്. ഇത് എങ്ങോട്ടാണോ പോകുന്നത്, എന്താണ്, എവിടെ എത്തും എന്നുള്ളതൊരു പിടുത്തമില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ലക്ഷ്യബോധം വേണം. എന്താണ് ഞാൻ ചെയ്യുന്നത്, ഞാൻ എവിടെ എത്തണം, വാട്ട്സ് സപ്പോസ് ടു. എനിക്ക് 5 വർഷം കഴിയുമ്പോൾ ഇവിടെ, അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ എന്റെ ലക്ഷ്യം അവസാനം ഇന്നതുണ്ടാക്കണം, ഇന്ന ചെയ്യണം, അല്ലെങ്കിൽ ഇന്നതാവണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്താം. അല്ലെങ്കിൽ ഒരു റോൾ മോഡൽ വേണം. നമ്മൾ ഒരാളെ അനുകരിക്കാൻ ശ്രമിക്കണം. അനുകരിക്കാൻ മീൻസ് അല്ല, അയാളെ പോലെ എനിക്ക് ആവണം എന്നുള്ള ഒരു ഒരു മനുഷ്യൻ ലത്തീഫ്ച്ചയുടെ മനസ്സിലുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ അങ്ങനെ ഇപ്പം ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഞാൻ കഴിഞ്ഞ സദസ്സിൽ വെച്ച് പറഞ്ഞിരുന്നു അദ്ദേഹത്തിനോട്. നമ്മളെ വൈ അബ്ദുള്ള കുഞ്ചായി ഉപ്പളയിലൊരു വേദിയിലും ഞാൻ പറഞ്ഞത്. അയാൾ ഇത്തിരി കഴിഞ്ഞ പ്രാവശ്യം പറയും, അയാൾ എനിക്കൊരു ഇൻസ്പിറേഷൻ, റോൾ മോഡലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഓരോ വാച്ച് പോലും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു എന്നാണ്. അല്ല, അദ്ദേഹത്തിന് കെട്ടിയ വാച്ച് ആണ് ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ കണ്ടിട്ട് ഞാൻ ആ വാച്ച് ഞാൻ വാങ്ങിയത്. ഈ മോതിരം വാങ്ങിയത് ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ കണ്ടതിന് ശേഷമാണ്. അപ്പൊ അദ്ദേഹം ആരോഗ്യ രംഗത്താണ് കൂടുതൽ ശ്രദ്ധ. അപ്പൊ ഞാൻ ആ റോൾ മോഡലിനെ അനുകരിച്ചിട്ടാണ് ആരോഗ്യ രംഗത്ത്, അതുപോലെ അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്താണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കൊരു റോൾ മോഡൽ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ആവാൻ ശ്രമിക്കും. അദ്ദേഹം ആവാൻ പറ്റിയില്ലെങ്കിലും ആവാൻ ശ്രമിക്കും. അപ്പൊ അദ്ദേഹം ആ വേദിയിൽ തന്നെ പറഞ്ഞത്, ഞാനാവാൻ ശ്രമിക്കരുത്, കാരണം ഞങ്ങൾക്കൊക്കെ നിങ്ങളെക്കാളൊക്കെ ഒരുപാട് വയസ്സ് കൂടുതലാണ്, അന്ന് ഇത്ര ടെക്നോളജി ഡെവലപ്ഡ് അല്ല, അപ്പൊ നിങ്ങൾ എന്നെക്കാളും കുറെ മുകളിലോട്ട് ചിന്തിക്കണം എന്നാ അദ്ദേഹത്തിന്റെ വലിയ മനസ്സുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്. എന്താ പറഞ്ഞാൽ അന്ന് ഞങ്ങൾക്ക് ലിമിറ്റ് ഉണ്ടായിരുന്നു, ഇന്ന് അത് മുപ്പര് പറഞ്ഞത്. മുപ്പര് വലിയ മനസ്സ്, അത് മുപ്പര് എന്നെ എപ്പോ കണ്ടാലും സത്യത്തിൽ എന്നെ ഇത് ചെയ്യലുണ്ട്, എന്ത് പ്രോത്സാഹിപ്പിക്കുകയും അഡ്വൈസ് ചെയ്യലും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി മുപ്പരെ കാണുകയും അഡ്വൈസ് എടുക്കലും, അങ്ങനത്തെ കുറെ ആളെ ഞാൻ കാണലുണ്ട്. എന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതായത് എന്റെ അടുത്ത സുഹൃത്തുക്കൾ പറയലുണ്ട്, നീ സ്വന്തമായിട്ട് ഒരു നീ ഇല്ല. അപ്പോ നീ ഇപ്പൊ റബിയുള്ള എന്റെ
ഒരു ബോസ് ആയിരുന്നു, ഞാൻ ഇന്ന് അയാളെ സാറിനെ വിളിക്കുന്നത്. ആ, അപ്പൊ അദ്ദേഹത്തിന് കുറച്ച് നല്ല കാര്യം എൻ്റെ ഉണ്ട്, ആ, അല്ലക്കുഞ്ചന്റെ കുറച്ച് നല്ലത് ഞാൻ എടുക്കും, മറ്റടുത്ത് നല്ല എടുക്കും. അപ്പൊ ഒരു കുറെ 4-5 വ്യക്തിത്വങ്ങളിൽ നിന്ന് ഒരു സാധനം എടുത്തിട്ട് ഞാൻ എന്റേതൊന്നും ഉണ്ടാക്കിയതാണ്. എല്ലാ പോസിറ്റീവിനെയും സ്വീകരിക്കും, പോസിറ്റീവിനെ മാത്രം സ്വീകരിച്ചിട്ട് നെഗറ്റീവിനെ കുട്ടിയാനടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയാണോ എനിക്ക് നിങ്ങളുടെ അടുത്ത് പൊക്കാൻ പറ്റുന്നത് ഞാൻ പൊക്കും, അത് ഞാൻ പിന്നെ കയ്യിലെടുക്കും. അങ്ങനെ ഇല്ലാതെ എല്ലാവരും സ്വീകരിക്കുന്ന ഒരു മനസ്സിലായി. മറ്റൊരു ചോദ്യം കൂടി, ഇപ്പൊ പല വേദികളിലും സംസാരിക്കുമ്പോ നമ്മളിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്, വലിയ ട്രെയിനർമാർ സംസാരിക്കുന്നത് പോലെ വല്ലാതെ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്, നല്ല കോട്ടുകൾ. ഇപ്പൊ പല സ്ഥലത്തും നമ്മൾ കണ്ടു ആ ഒരു ഞാൻ എന്റെ സർവ്വം നിനക്ക് സമർപ്പിക്കാൻ, പകരം ആ കുട്ടിക്കാലം നീ എനിക്ക് മടക്കി തരുമോ. ചിലപ്പോ ഒരു സമദാനിയൊക്കെ ആ ഒരു കോട്ട് സംസാരിക്കാറുണ്ട്, അത് ആ ഒരു രീതിയിൽ നമ്മൾ ടച്ച് ചെയ്യുന്നില്ല. തിരിച്ച പറയുമ്പോ നമ്മൾ വീണ്ടും വീണ്ടും കേട്ടിരിക്കണമെന്ന് ഇങ്ങനെ തോന്നിപ്പോവാറുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്പീച്ചിലേക്ക് പോവാന് വായന അല്ലെങ്കിൽ അങ്ങനെ പോകാനുള്ളൊരു കാരണം അല്ല, അത് നമ്മൾക്ക് സത്യത്തില് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ എന്ത് കോട്ട് കണ്ടാലും ഞാൻ അത് എടുക്കാം. അവർ ഹിന്ദി ഒരു കവിത കുറിച്ച് ചൊല്ലാൻ പറ്റുമോ? ഇപ്പൊ അത് സാധാരണ ഇന്നിപ്പോ പറയാൻ കാരണം കുട്ടികളെ സദസ്സായതുകൊണ്ടും ജില്ലാ കലോത്സവം ആയതുകൊണ്ടും കുട്ടികൾക്ക് പഠിക്കുന്ന അവര് ഈ വിദ്യാഭ്യാസ കാലഘട്ടം അവർക്ക് ഇപ്പോഴേ കിട്ടൂ, പിന്നെ കിട്ടൂല അവർക്ക്. അപ്പൊ അവരെ ഞാൻ ബോധിപ്പിച്ചതാണ്. കാരണം ഇത് അവസരം എപ്പോഴും വരൂല, നമ്മളെ തേടി അവസരം വരൂല, അവസരത്തിന് തേടി നമ്മൾ പോകണം. ഇപ്പൊ ആ അവസരം നിങ്ങളെ കയ്യിലുണ്ട്. അതാണ് ആ കവിതയിൽ പറഞ്ഞത്, ഏ ദൗലത്ത് ബിലേലോ ഏ ഷഹറത്ത് ബിലേലോ ഭലേ ചീനിലോ മുജ്സെ മേരി ജവാനി മഗർ മുജ്കോ ലോട്ടാ ദോ ഓ ബച്പൻ കി സാവൻ ഓ ബാരിഷ് ക പാനി ഓ കാഗസ് ക കസ്തി എന്നാണ് പറഞ്ഞത്. എല്ലാം വന്നതിൽ ആ മഴ വന്നു, തോണി വന്നു. അതെ, അതിൽ പറഞ്ഞത് അതാണ്. അപ്പൊ നമ്മൾ ആ കുട്ടിക്കാലത്തിന് നോക്കി ആ കവി പറഞ്ഞത് അങ്ങനെയാണ് ദൈവത്തിനോട്. കാരണം എൻ്റെ പദവി ദൗലത്തിലേലും സമ്പത്ത് തന്നത് തിരിച്ചെടുത്തോ, ഈ പദവി തന്നത് തിരിച്ചെടുത്തോ, ബലേച്ചീനിലോ മുസ്സെ മേരി ജവാനി, എൻ്റെ യുവത്വം വേണമെങ്കിലും തിരിച്ചെടുത്തോളൂ, പക്ഷെ എനിക്ക് തിരിച്ചു തരണം. എൻ്റെ ബാല്യകാലം, എൻ്റെ ആ കടലാസ് വഞ്ചി, ആ മഴവെള്ളം, ഇതൊക്കെ എനിക്ക് തിരിച്ചു തരികയാണെങ്കിൽ എനിക്ക് ഈ തന്നതൊക്കെ തിരിച്ചെടുത്തോന്നാണ്. പക്ഷെ പറ്റൂല. അതാണ് ഞാൻ കുട്ടികളടുത്ത് പറഞ്ഞ, മക്കളെ നിങ്ങൾക്ക് ലത്തീഫ് ആവാൻ പറ്റും, നാളെ MLA ഉണ്ടായിരുന്നു, നിങ്ങൾ മുമ്പിലുണ്ട്, MLA ആവാൻ പറ്റും, പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളാവാൻ പറ്റൂല. അത് ഇപ്പോഴേ നിങ്ങൾക്ക് ഇത് പറ്റും. അപ്പൊ ഈ കാലഘട്ടം കഴിഞ്ഞാൽ നിങ്ങൾക്കും പറ്റൂല. അപ്പോ എൻജോയ് ഇറ്റ്, നിങ്ങൾ ആസ്വദിക്കും. ഇന്നിപ്പോ അവിടുത്തെ ഒരു പ്രഭാഷണത്തില് സംസാരത്തില് നമ്മൾ ഈ ഒരു കോഴ്സാണ് കേട്ട്, ഇങ്ങനെ ഏതെങ്കിലും ചടങ്ങിലേക്ക് പോകുമ്പോ പ്രത്യേകിച്ചിട്ട് ഒരു ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ടാണോ പോവാറ്? അവിടെ ഇത് സംസാരിക്കണം, അല്ലെങ്കിൽ സദസ്സ് കാണുമ്പോൾ മനസ്സിലേക്ക് എത്തുന്നതാണോ? സത്യത്തിൽ അത് സദസ്സ് കാണുമ്പോഴും അവിടുത്തെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾക്ക് സ്വാഗതം പറയുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ. അത് വെച്ചിട്ട് പിന്നെ അവിടുത്തെ സദസ്സ് കണ്ടാലേ നമുക്ക് എന്ത് സംസാരിക്കണം എന്ന് പറയാൻ പറ്റൂ. പിന്നെ ഞാൻ പ്രാസംഗികനല്ലാത്തത് കൊണ്ട് എനിക്ക് എന്തും സംസാരിക്കാം, എനിക്ക് അത് സംസാരം മുഖത്ത് നോക്കിയാൽ വരും. നമ്മള് സംസാരിക്കുക ചെയ്യാം, ഇല്ല നമ്മൾ ജനങ്ങളായിട്ട് പ്രസംഗിക്കുന്നില്ല. അതാണ് എന്റെ ഡിഫറൻസ്. ഞാൻ അവരായിട്ട് സംവദിക്കുകയാണ് ചെയ്യുക, എന്റെ കാര്യം മനസ്സിലുള്ളത് പറയുന്നു, അവരെ കാണുമ്പോൾ എനിക്ക് വരുന്നു. ആ ഒരു അത്ര സമയം വൈകി പോകുന്നുണ്ട്. ലത്തീഫ എന്ന് പറഞ്ഞാല് നാട്ടില് ഒരു ദിവസമോ 2 ദിവസമോ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനിടയിലാണ് നമ്മളോട് ഈ സംസാരിക്കാൻ വേണ്ടി സമയം മാറ്റി വെച്ചത്. എങ്കിലും ഒരു 2 ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കേണ്ടി വരുന്നു. ലത്തീഫയെ കുറിച്ച് ഇപ്പൊ പലരും പറയുന്ന കാര്യമുണ്ട്, ഏത് മനുഷ്യനെ കണ്ടാലും ചേർത്ത് നിർത്തും. ഒരുപാട് സമൂഹ വിവാഹങ്ങള്, അതോടൊപ്പം ഒരുപാട് ആളുകൾക്ക് വീട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. അതൊന്നും പറയാൻ ഇഷ്ടപ്പെടാത്ത ആളാണ്. ഒരുപക്ഷെ സംഘടനകൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു വ്യക്തി എന്ന നിലയിൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. നമ്മൾക്ക് ഇങ്ങനെ പറയാറുള്ളത് പോലെ ചിലപ്പോ ലത്തീഫയ്ക്ക് അവരൊന്നും ഓർമ്മയുണ്ടാവില്ല, പക്ഷെ അവരൊക്കെ അവരുടെ പ്രാർത്ഥനയിൽ, അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു അനുഭവം ഒന്ന് പറയാൻ പറ്റുമോ? അല്ല, നമ്മള് ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ നമ്മൾക്ക്. ഈ അതായത് ഇതൊരു പ്രാക്ടീസാണ്, ഈ കൊടുക്കുക. ഇതൊരു എല്ലാവർക്കും പറ്റൂല. സമ്പത്തുള്ളവർ എല്ലാവരും കൊടുക്കാൻ ചിലർക്ക് മാത്രമേ കഴിയുമെന്ന് വെച്ചാൽ അത് കൊടുത്ത് ശീലിച്ചാലേ നിങ്ങൾക്ക് അതിന്റെ എൻജോയ് മനസ്സിലായാലേ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ കോട്ട് ചെയ്ത നിങ്ങളെ കഥ പോലെ, ഇപ്പം ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ മഞ്ചേശ്വരത്ത് വസങ്കടിയിൽ ഇങ്ങനെ വണ്ടി നിർത്തി എൻ്റെ ഡ്രൈവർ സാധനം വാങ്ങാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഒരു ഓട്ടോറിക്ഷ വന്നു നിന്ന് അതിൽ നിന്ന് ഒരുത്തെ ഇറങ്ങി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ കൂടെ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എടുത്തോ, ഇറങ്ങാൻ പറഞ്ഞു. അവനും ഭാര്യയും കൂടി ഓട്ടോന്ന് ഇറങ്ങി വന്ന് എൻ്റെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഒരു കുട്ടിയുണ്ട്, അപ്പോൾ ആ കുട്ടീനെയും കൊണ്ടുവന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു, ഓട്ടോക്കാരനെ കൊണ്ട് എടുപ്പിച്ചു.
അവസാനം പോകാൻ നേരത്തെ ഞാൻ ചോദിച്ചു, നീ എന്ത് ചെയ്യുന്നു, എവിടെയാണ്, എന്താ നിന്റെ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴാണ് മുപ്പര് പറയുന്നത്, ഞങ്ങളെ കെട്ടിച്ചു വിട്ടത് നിങ്ങളല്ലേ, നിങ്ങളെ മകളെ കല്യാണത്തിന്റെ കൂടെയാണ് ഞങ്ങളെ കെട്ടിച്ചതെന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ ആ റിയലൈസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പിന്നെ അവരെ ചേർത്ത് നിർത്തി, ഞാൻ വീട്ടിലോട്ട് ക്ഷണിച്ചു. അപ്പം അതൊരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പൊ 24 മണിക്കൂർ ഞാൻ അത് മതിയായിരുന്നു എനിക്ക്. എന്തുകൊണ്ട് അത് നമ്മൾ പോസിറ്റീവ് എനർജി, ഒരു എനർജി ഫീൽ ചെയ്യാൻ. അപ്പൊ ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ അത് മതി. അന്ന് മുഴുവൻ എൻ്റെ മനസ്സിലായ ചിന്തയായിരുന്നു. അപ്പൊ അങ്ങനെ അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പലതും തോന്നും. അതല്ല എക്സ്പീരിയൻസ് ആണ്, നമ്മൾ അറിയുന്നില്ല. നമ്മൾ ദരിയാക്കറോ നേക്കിക്കറോ ദരിയാമ്പോ പേക്കോന്നാ പറയാ. നല്ലത് ചെയ്ത് അങ്ങ് ഒഴിക്കിക്കള, അത് എന്തെങ്കിലും തിരിച്ചേ വരും ഇതാക്കിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ബാക്കിന്ന് പോണ്ട. അത് നമ്മളെ തേടി തീർച്ചയായിട്ടും വരും. നമ്മളെ പല അനുഭവങ്ങളുണ്ട്. ഇതൊക്കെയാണ് ജീവിതത്തിൽ ബാക്കിയാവുന്നതും പല പ്രതിസന്ധി ഘട്ടങ്ങളും. നമ്മൾ ഇത്ര ബിസിനസ്സും പല രാജ്യത്തും ഇങ്ങനെ ചെയ്യുമ്പോൾ പല പ്രശ്നങ്ങളിലും നമ്മൾ ചെന്നപ്പെടലും ഇതൊക്കെ ഉണ്ട്. പക്ഷെ അത് വിചാരിച്ചതിനേക്കാളും എത്രയോ മടങ്ങ് പെട്ടെന്ന് പോസിറ്റീവായി അത് നമുക്ക് തിരിച്ചു വരും. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ്, എന്തെന്ന് വെച്ചാൽ ഈ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും അത് ആരും പ്രാർത്ഥിക്കണ്ട, നമ്മൾ ചെയ്ത് വിട്ടോ, അവരത് അനുഭവിച്ചാൽ തന്നെ അത് ഉണ്ടാവും. യെസ്, ആർക്കും ഭക്ഷണം കൊടുത്ത് അവരെ പ്രാർത്ഥന വേണ്ട, അവർ നന്നായിട്ടൊന്ന് തേക്കിട്ടാൽ മതി, നമുക്കത് കിട്ടിക്കൊള്ളും. അപ്പോൾ ദാറ്റ് ഈസ് എ തിങ്. അത് ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ ഞാൻ ഒരു സ്റ്റണ്ട് ഇട്ട ആളാണ്. ഒരു ദിവസം ഞാൻ ഇങ്ങനെ ജിമ്മിലുണ്ടാകുമ്പോൾ എനിക്ക് ചെറിയൊരു പെയിനൊക്കെ വന്നപ്പോൾ എനിക്കൊരു പേടിയായി. അപ്പൊ ഞാൻ എൻ്റെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ ആ ജിമ്മിലുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് ആ പഴയ സ്റ്റണ്ടിൻ്റെ അകത്ത് മുപ്പര് ഇതൊക്കെ ചെയ്തു നോക്കി, എക്കോ ഒക്കെ ചെയ്തു നോക്കിയിട്ട് പറഞ്ഞ അതിൻ്റെ അകത്ത് എന്തോ ഒരു ബ്ലോക്ക് ഉണ്ടോ എന്നെനിക്കൊരു സംശയം ഉണ്ടോ. മുറി പറഞ്ഞു, വേണ്ട നമുക്ക് നാട്ടിൽ പോയിട്ട് ഇന്ത്യാനെന്ന് ചെയ്യാന്ന് പറഞ്ഞു. എന്നെ ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നാൽ ചിലപ്പോ. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്, എൻ്റെ കൂടെ എയർപോർട്ടിൽ എൻ്റെ മകനുണ്ട്, എൻ്റെ ഫൈനാൻസ് മാനേജറൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ ഞങ്ങളും വരുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി എന്തോ എവിടെയോ പ്രശ്നമുണ്ട്, ഇല്ലെങ്കിൽ ഇവരൊക്കെ വരണ്ടല്ലോ. ഇപ്പൊ ഇവിടെ വന്നപ്പോൾ ഇന്ത്യയിൽ വന്നപ്പോൾ ഡോക്ടർ യൂസുഫും ഇവരൊക്കെ ഫുൾ ടീം റെഡിയാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. ബാംഗ്ലൂരിൽ നിന്ന് ഡോക്ടറൊക്കെ വരുത്തിച്ചു വെച്ചിട്ടുണ്ട് അവര്. അപ്പോഴാണ് പറയുന്നത്, അത് ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് തുറന്നു നോക്കിയാൽ അത് നമ്മൾക്ക് പൊട്ടിയാൽ ചിലപ്പോൾ തുറക്കേണ്ടിയൊക്കെ വരും. അതുകൊണ്ട് അവർ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. പക്ഷെ എനിക്കൊരു പേടി ഉണ്ടായിട്ടില്ല. അപ്പം എന്നിട്ട് ഇവർ പ്രൊസീജിയറൊക്കെ ചെയ്തു. ആ ഡോക്ടർ കൂടെ ഉണ്ട്, എൻ്റെ മസ്കത്തിലുള്ള ഡോക്ടറുടെ കൂടെ ഉണ്ട്, ഈ സ്റ്റണ്ടിട്ട ഡോക്ടർ കാർഡിയോളജിസ്റ്റിന്റെ കൂടെ ഉണ്ട്, മുപ്പരും കൂടെ വന്നിട്ടുണ്ട്. ഇവരൊക്കെ കാത്താബിൽ ഇരുന്ന് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ആ സാധനം ഇല്ല, ഇപ്പൊ ബ്ലോക്ക് ഒന്നും കാണുന്നില്ല, എല്ലാം ക്ലീനാണ്, ഒന്നുമില്ല, വളരെ ക്ലീനാണ്. അപ്പൊ ഞാൻ കണ്ട അയാൾ പറഞ്ഞു, ഞാൻ വെറുതെ പറയും, ഞാൻ വെറുതെ ഇങ്ങനെ വരുമോ ഇങ്ങനെ ഇതില്ലാതെ. അപ്പൊ ഡോക്ടർമാരെല്ലാം പറഞ്ഞു, ഇല്ല ഒന്നുമില്ല. എന്ന് മാത്രമല്ല, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ടാബ്ലറ്റ് എന്ന് പറയുന്നത് കുറക്കാൻ വേണ്ടി പറഞ്ഞു, ആവശ്യമില്ല. അപ്പൊ മറ്റേ ഡോക്ടർ ഞാൻ ഇത് കണ്ടിന്യൂ ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോ എന്നിട്ട് ഇവരൊക്കെ കൂടി അപ്പൊ അന്ന് തന്നെ അവിടെ കിടന്നിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടത്. അപ്പൊ രാത്രി നമ്മളെ ടീം ഡോക്ടർ യൂസുഫ് അലി കുമ്പളെ, ഇതേ ഡോക്ടർ ബിന്നി ഇവരൊക്കെ വന്നിട്ട് അപ്പോ ഇതിനെ അവർ വിലയിരുത്തിയിട്ട് പറഞ്ഞത്, ചിലപ്പോ അസതക്കത്ത് റബ്ബിൽ ബല എന്ന് പറഞ്ഞ പോലെ സതക്ക കൊണ്ട് നിങ്ങൾക്കുള്ള ഇത് ആപത്തുകൾ അല്ലെങ്കിൽ ഇത് ചട്ടിത്തെറിപ്പിക്കും എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഇനി ഞങ്ങളും കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ. അപ്പൊ അതൊക്കെ ഇതിന്റെ പാർട്ടാണ്. ഞാൻ ഇത് പറയുന്നതെന്ന് വെച്ചാൽ ബാക്കിയുള്ളവർക്ക് ഒരു പ്രചോദനം ആയിക്കോട്ടെ. നമ്മളീ പറയുന്നത് വെറുതെ പറയുന്നല്ല, അനുഭവമാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് ഡയറക്റ്റുള്ള അനുഭവങ്ങളാണ് ഇതിലൊന്നും. അപ്പോ അതൊക്കെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇറ്റ്. ഈ ജബ്ബാറൊക്കെ പറയാറുണ്ട്, ലത്തീഫ്ച്ചയുടെ മകനെ തല്ലിയാല് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷെ മുറ്റത്തൊരു മരത്തിന്റെ ഒരു ചില്ലാരെങ്കിലും വെട്ടിയാല്, ഒരു ഇല പറിച്ചു കഴിഞ്ഞാല് ലത്തീഫ്ച്ചയുടെ മുഖം മാറും എന്നൊക്കെ പറയാറുണ്ട്. അതായത് ലത്തീഫ്ച്ചയുടെ ഏത് സ്ഥാപനം നോക്കുകയാണെങ്കിൽ, വീട് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിട്ടുള്ള പള്ളിയുടെ മുറ്റം നോക്കുകയാണെങ്കിൽ അതൊക്കെ പച്ചപ്പാണ്. ഈ ഒരു എന്താ പറയാ, ഈ മരങ്ങളെ അല്ലെങ്കിൽ പ്രകൃതിയെ എങ്ങനെ സ്നേഹിക്കാനുള്ള ഒരു ഇതിലേക്ക് വന്നത്, അതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയാണ്. നമ്മള് സ്നേഹിക്കാൻ പഠിച്ചാൽ പിന്നെ ഇതൊക്കെ നമ്മൾക്ക് സ്നേഹിച്ചേ മതിയാവും. കാരണം അത് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ എന്റെ വീട്ടിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ചെടി എന്ന് പറയുന്നത് ചത്ത് കഴിഞ്ഞാൽ നമുക്ക് സങ്കടമാണ്. കാരണം പൈസ കൊടുത്താൽ കിട്ടുന്ന സാധനമല്ല. ഇത് 16-20 വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു മരമാണ്, ഒരു ചെടിയാണ്. ഇനി ഞാൻ എത്ര കോടി കൊടുത്താൽ ആ മരം കിട്ടൂല എനിക്ക്. അത് പോയതന്നെ, അതിന്റെ ഒരു ചില്ല വെട്ടിയാലും കിട്ടൂല. അപ്പൊ അതിനെ ഷേപ്പ് ചെയ്ത് നിർത്തുക. നമ്മൾ സ്നേഹിക്കാൻ പഠിച്ചാൽ നമ്മൾ അതിനെയൊക്കെ സ്നേഹിക്കും. ഈ മനുഷ്യനെ സ്നേഹിക്കാൻ പഠിച്ചാൽ മതി.
അപ്പൊ തന്നെ പ്രകൃതിയെ ജീവജാലങ്ങൾ അതിന്റെ ഉള്ളിൽ വരും, ഇഷ്ടപ്പെടാൻ തുടങ്ങും. എല്ലാത്തിലും ദൃഷ്ടാന്തങ്ങളുണ്ടല്ലോ, എല്ലാത്തിലും ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തങ്ങൾ ഏറെ എന്നാ പറഞ്ഞത്. നമ്മളെ ചെടി ഖുർആനിൽ തന്നെ പറഞ്ഞില്ലേ, അതുപോലെ നമ്മൾ ഓരോ ചെടീനെ എടുത്ത് നോക്കിയാലും രാവിലെ നിങ്ങൾ ആ ചെടീനെ വളർത്തിയിട്ട് രാവിലെ ആ ഒരു 6 മണി 5 മണി സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ആ വണ്ടും തേനീച്ചയും ആ പൂക്കളെ തേൻ കുടിക്കാൻ വരുന്ന ആ ഒരു രംഗങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മളത് കാണണം. നമ്മളൊന്ന് ഇറങ്ങി ചിന്തിച്ചാൽ പടച്ചവനെ കുറിച്ച് ചിന്തിക്കാനും നമ്മളെ സ്വന്തത്തിനെ കുറിച്ച് ചിന്തിക്കാനും ആ പ്രകൃതിയിൽ തന്നെ ലേറ്റായിട്ട് വരുന്ന പൂമ്പാറ്റുണ്ട്, അത് ഇങ്ങനെ പൂവിൻ്റെ അകത്തോട്ട് തലയിട്ട് നോക്കും. ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് നോക്കി. ഞാൻ രാവിലെ ഇങ്ങനെ എൻ്റെ ബാക്ക് സൈഡിലും മറ്റേ ക്രീപ്പർ മൊത്തം പൂക്കളാണ്. അപ്പൊ അവൻ വന്ന് തലയിട്ട് നോക്കും. അത് നേരത്തെ വന്നവൻ തേനെടുത്തോണ്ട് പോയി. പാടാണ്. വൈകി വന്നവൻ ഈസ് ഓൾവേസ് ലേറ്റ്. അപ്പൊ ഞാൻ എപ്പോഴും ചിരിക്കലുണ്ട്. അത് കുറെ നേരം നോക്കിയിരിക്കും. അത് വണ്ട് വന്ന് ഇതിലോട്ട് തലയിട്ട് ഇതിലില്ല, അതിലോട്ട് തലയിട്ട് ഇല്ല. അപ്പൊ ഞാൻ മനസ്സിൽ പറയാം, അത് കൊണ്ടുപോയി നീ എത്തുമ്പോ ലേറ്റായി. അപ്പോൾ ഈ നമ്മളെ പ്രകൃതിയിലും ഈ ചെടിയിലും ഈ പച്ചപ്പിലും സത്യത്തിൽ നമുക്ക് ഭയങ്കര ഒരു മനസ്സിന് സാറ്റിസ്ഫാക്ഷനും പിന്നെ ഒരുപാട് സിദ്ധാന്തങ്ങളും ഇത് പാഠങ്ങളും അതിലുണ്ട്. അത് നമ്മൾ ഇതാക്കിയ മൈനെ സ്നേഹിക്കും മനുഷ്യനെ. ലത്തീഫയുടെ അനുഭവങ്ങള് ഒരുപാട് സന്തോഷം പകരുകയാണ്. നമുക്കൊക്കെ പഠിക്കാനുള്ള ഇതാണ്. അവസാനമായിട്ട് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്, സമയം വൈകുന്നുണ്ട് എന്നറിയാം. ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഷിപ്പിൽ ആദ്യമായിട്ട് കയറിയിട്ടുണ്ട്, വിമാനത്തിൽ ആദ്യമായിട്ട് കയറുന്നു. ആ ഒരു അനുഭവം പറയാൻ പറ്റും. കാരണം ചോദിക്കാനുള്ള കാരണം, മാസത്തിൽ എത്രയോ വട്ടം നമ്മളൊക്കെ ബസ്സിൽ പോകുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വണ്ടിയിൽ പോകുന്നത് പോലെയാണ് ലത്തീഫ് വിമാനത്തിലൊക്കെ പോകുന്നത്. ആദ്യമായിട്ട് വിമാനത്തിൽ കയറിയ അനുഭവം, അല്ലെങ്കിൽ ഷിപ്പിൽ കയറിയ അനുഭവം, അതൊക്കെ പറഞ്ഞ കുറെ വലിയ സ്റ്റോറി കുറെ നീണ്ടു. ബിക്കോസ് നമ്മൾ എത്ര വലിയവനായാലും എത്ര ചെറിയവനായാലും ആദ്യത്തെ അനുഭവം അനുഭവമാണ്. അത് പറയാൻ പോയാൽ കുറെ ഉണ്ടാവും. പിന്നെ ട്രാവൽ ഒരുപാട് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഷിപ്പിൽ പോകുമ്പോൾ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അതല്ലാതെ തന്നെ കുടുംബമായിട്ടും ഇതിലും ഒരു ഹോബിയിൽപ്പെട്ടതാണ്. വർഷത്തിൽ 1-2 വർഷം യാത്ര ഒരു വലിയൊരു പാടാണ്. നമ്മളൊരു ബുക്ക് വായിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മളൊരു ഡോക്യുമെന്ററി കാണുന്ന പോലെ നമ്മൾക്ക് നന്നാക്കാനുള്ള ഏറ്റവും, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സമ്പത്ത്, ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യത്തിന്റെ കൂട്ടത്തിൽ എൻ്റെ വലിയ അസറ്റ് എന്ന് പറയുന്നത് ഒന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സുഹൃത്ത് വലയാണ്, ഒരു റിലേഷൻ, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സമ്പത്ത്. അതിൽക്ക് മുതൽക്കൂട്ടായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ പല യാത്രകളാണ്, അനുഭവങ്ങളാണ്. അതിൻ്റെ ഒരു സമ്പത്താണ്. ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ്. അതിൽ നിന്ന് നമുക്ക് ഒരു പടം കാണുമ്പോൾ വരെ നമ്മൾക്ക് അതിൽ നിന്ന് പലതും പഠിക്കാനുണ്ടാവും. അപ്പൊ നമ്മൾ വെറുതെ പടം കണ്ടിങ്ങനെ ഇറങ്ങുന്നതിന് പകരം പടത്തിന്റെ ഉള്ളിലുള്ള പടം നിരീക്ഷണം എല്ലാത്തിലും ആവശ്യമാണ്. അപ്പൊ യാത്ര നമ്മൾ എൻജോയ് ചെയ്യാം, ബലം പിടിക്കാതെ. നമ്മൾ ഒരു സ്കൂട്ടർ യാത്ര ചെയ്യുമ്പോൾ ബാക്കിലിരിക്കുകയാണെങ്കിൽ ആ ഓടിക്കുന്ന ആൾക്ക് അനുസൃതമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും ഇരുന്ന് കൊടുത്താൽ അയാൾക്ക് നല്ല എളുപ്പത്തിൽ അത് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ നമ്മൾ യാത്ര തന്നെ ടഫാക്കരുത്. നമ്മൾ യാത്രന്റെ കൂടെ പോവുക. നമുക്കറിയാം, ആദ്യം ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ഇത്ര സമയം എടുക്കും, ഇത്ര അലച്ചിലുണ്ടാവും, ഇത്ര നടക്കണം, ഇത്ര എയർപോർട്ടിൽ ഇതാക്കണം, ചിലപ്പോൾ വിമാനം വൈകാം, ഇതാവാം, ക്യൂവിൽ നിൽക്കാം. അപ്പൊ അത് വി ആർ പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. അതാണ് ഞാൻ പറഞ്ഞു, വിഷയം ഉണ്ട്. നമുക്ക് എന്താണ് അവിടെ സംഭവിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് യാത്ര മടിപ്പില്ല. നമ്മൾ ആ യാത്രന്റെ കൂടെ യാത്ര ചെയ്യാണ്. കാരണം നമ്മൾ ടഫായിട്ട് നിന്നാൽ നമുക്കത് ഇതാവും. ആസ് എ പാർട്ട് ഓഫ് ഒരു ജോലി എന്ന് നമ്മൾ വിചാരിച്ച് യാത്രന്റെ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ടഫ് ഉണ്ടാവും. അതോടൊപ്പം ലത്തീഫ് എന്ന് പറയുന്നത് കേവലം ഒരു ബിസിനസ്മാൻ മാത്രമല്ല, സമൂഹത്തിന്റെ പല മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യനാണ്. പാവങ്ങളെ ചേർത്ത് നിർത്തുന്നതോടൊപ്പം നാടിന്റെ സകലമാന കാര്യങ്ങളിലും നായക വേഷത്തിൽ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് ലത്തീഫ് ഉണ്ടാവും. ഉദാഹരണത്തിന് CH സെന്ററിന്റെ ചെയർമാനാണ്. കാസർഗോട്ടെ വലിയ പ്രതീക്ഷകളിൽ ഒന്നാണ്. ഒപ്പം തന്നെ ഒമാന്റെ മസ്കറ്റിന്റെ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ തലപ്പത്ത് വരുന്നു. ഒരുപക്ഷെ ഒരു മലയാളിക്ക്, ഒരു ഇന്ത്യക്കാരന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ് ആ ഒരു രാജ്യത്തിന്റെ കൊമേഴ്സ്യൽ ഇതിന്റെ ഒരു തലപ്പത്ത് വരിക എന്നുള്ളത്. നമ്മളൊക്കെ വല്ലാതെ അഭിമാനിച്ചൊരു നിമിഷമായിരുന്നു. അതെ, ആ ഒരു അനുഭവം ഒന്ന് പങ്കുവെക്കാമോ? അല്ല, അതൊരു വലിയ അനുഭവമാണ്. കാരണം എന്തറിയോ, ഒരുപാട് അതൊരു കാസർഗോഡുകാരൻ എന്നല്ല, അത് മലയാളിയല്ല, ഇന്ത്യക്കാരൻ എന്നല്ല, ഒമാനിലുള്ള വിദേശികൾക്ക്
ഒറ്റ വിദേശിക്ക് ഒരു ആ അവസരമുള്ളൂ. ഓക്കെ. എമംഗ് ദ എക്സ്പേർട്സ് വിദേശികൾക്ക് വേണ്ടിയിട്ട് ഒരു ബോർഡ് മെമ്പർ ആദ്യമായിട്ടാണ് ഒമാൻ ഒരു അവസരം കൊടുക്കുന്നത്. അതൊരു എലക്ഷൻ ആയിരുന്നു. അതൊരു അതിൽ 8 കാൻഡിഡേറ്റ്സ് ഞങ്ങളുണ്ടായിരുന്നു. കാനഡക്കാരനുണ്ട്, സിറിയക്കാരനുണ്ട്, ഈജിപ്ഷ്യനുണ്ട്, പാകിസ്ഥാനിയുണ്ട്, പിന്നെ ലെബനോനിയാണോ ഒരാളുണ്ട്. ഞങ്ങൾ 3 ഇന്ത്യക്കാരുണ്ട് ഇതിൽ മത്സര രംഗത്ത്. 8 പേരുണ്ടായിരുന്നു. അപ്പൊ എല്ലാ രാജ്യക്കാരും തമ്മിൽ ഇടയിലുള്ള വെറും ഇന്ത്യക്കാരെന്നല്ല, ഒമാനിലുള്ള വിദേശികൾക്ക് ഒരു ഇതാണ് ഒറ്റ ബോർഡ് മെമ്പർ ഇതുള്ളൂ. അപ്പം ഞാനതിൽ മത്സരിച്ചു. അത് എൻ്റെ ഒരു ധൈര്യമായിരുന്നു. കാരണം നമ്മളെ ഈ പറഞ്ഞ പോലെ ഈ പല ഇതും നമ്മളെ മനസ്സിൽ എൻ്റെ കൂടെ ഉണ്ടാവും എല്ലാവരും എന്നുള്ള, ഞാൻ പറഞ്ഞില്ലേ കൊയിലോന്റെ കഥ പറഞ്ഞ പോലെ, അതുപോലെ നമ്മളെ ഈ ചാരിറ്റിന്റെ സദഖത്ത് റബ്ബിൽ വല എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ എൻ്റെ കൂടെ ഉണ്ടാകുന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ നോമിനേഷൻ കൊടുക്കുന്നത്. കട്ടക്ക് മത്സരമായിരുന്നു. അത് വെറും ഒമാനിലല്ല, മസ്കറ്റിലെ അല്ല, മൊത്തം ഒമാൻ, സലാല, സുഹാർ എല്ലാ സ്ഥലത്തും എലക്ഷൻ വോട്ടിംഗ് ആണ്. അവിടെ പോയി എലക്ട് ചെയ്ത് ഇപ്പോൾ എൻ്റെ ഇതിൽ മൊത്തം പോൾ ചെയ്തിന്റെ 50% വോട്ട് എനിക്കായിരുന്നു. ബാക്കി 7 പേർക്കും കൂടി 50% 50% കൂടുതൽ എനിക്ക് തന്നെയായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഈ ചെയ്യുന്ന ഓരോ കാര്യത്തിന്റെ റിഫ്ലക്ഷനാണത്. മറ്റെവിടുന്നോ കിട്ടും എന്നുള്ള ധൈര്യം കൊണ്ടല്ലേ നിന്നത് തന്നെ. അതല്ലേ നമ്മൾ ഈ ഓരോ കാര്യം ചെയ്യുമ്പോഴും പ്രതീക്ഷ നമ്മളെ കയ്യിൽ ബാക്കുന്നുണ്ടല്ലോ. നമ്മളെ ഒരു സെറ്റപ്പ് ബാക്കുന്നുണ്ട്. കാരണം ഈ ദുബൈയും ഈ മനുഷ്യന്മാരെ അത് തന്നെയാണ്. അത് കിട്ടുന്നു, അത് കിട്ടും, അത് നമ്മൾക്ക് തന്നാലെ കിട്ടും. അത് തന്നെയാണ് ഉദാഹരണം. നന്ദി പോലും പറഞ്ഞെന്ന് വരില്ല, പക്ഷെ അത് ജനങ്ങളെ അതല്ല, ആ ധൈര്യമാണല്ലോ. നമ്മളെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ, നമ്മൾ അവരെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുമ്പോൾ നമ്മൾക്ക് 100% ഉറപ്പാണ് അവർ തിരിച്ചു തരുമെന്നുള്ളത്. ആ ധൈര്യത്തിലാണ് പേര് കൊടുക്കുന്നത് തന്നെ. അതിപ്പം എത്ര എംബസിയിൽ വിളിച്ചു സ്വീകരണങ്ങൾ തന്നു. ഇന്ത്യൻ എംബസി അടക്കം, ഇന്ത്യൻ്റെ ഹെൽത്ത് സഹമന്ത്രി ഉണ്ടായിരുന്നു, ആരോഗ്യ സഹമന്ത്രി അടക്കം അവർ നമ്മൾക്ക് അവിടെ വന്നു. അപ്പൊ ആദ്യത്തെ സ്വീകരണം പല എംബസിക്കാർ ക്ഷണിച്ചിട്ട് ഞാൻ പോയില്ല. കാരണം ഇന്ത്യൻ എംബസിന്റെ കഴിഞ്ഞാലേ ഞാൻ വരുമെന്ന് പറഞ്ഞു. അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് വിദേശികൾക്ക്, മലയാളികൾക്ക് ഇപ്പൊ ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിന്റെ ഡയറക്ടർ ബോർഡിൽ 21 അംഗമുള്ളതിൽ ഒരൊറ്റ വിദേശിയേ ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം കോൺഫറൻസുമായിട്ട് മീറ്റിംഗ് ആയിരുന്നു. അപ്പൊ അതല്ലേ ഇതിന്റെ ഭാഗമായിട്ടാണ് മിനിസ്റ്റേഴ്സായിട്ടും ഇപ്പൊ ഡെലിഗേഷനായിട്ട് G20 ഉച്ചകോടി ഒമാന്റെ ഒരു പ്രതിനിധിയായിട്ട് ഒരു മീറ്റിംഗിൽ ഞാനാണ് ആ ടീമിനെ ഹെഡ് ചെയ്തത്, ചേംബറിന്റെ ഇവിടുന്ന്. അപ്പൊ അതൊക്കെ വലിയൊരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. നമ്മൾ ഉണ്ടാക്കിയ സമ്പത്തിനെക്കാളും അത് ഇപ്പം UAE യൂസുഫ് അലിക്കുണ്ട്, അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ നമ്മൾ കമ്പയർ ചെയ്യുന്നതല്ല, പക്ഷേ അതുപോലുള്ള നമുക്ക് യൂസുഫ് അലിക്ക് ആവാൻ കഴിഞ്ഞില്ലെങ്കിലും അതുപോലത്തെ ഒരു ചെറിയൊരു സംഭവത്തിൽ നമുക്ക് ഭാഗമാക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ അതൊരു വലിയ സംഭവമാണ്. അപ്പോൾ അത് ശരിക്കും എനിക്ക് മാത്രമല്ല, അത് നമ്മുടെ നാട്ടുകാർക്കും വിദേശികൾക്കും ആ ഒരു സ്ഥാനത്തേക്ക് എത്തിയെന്നറിഞ്ഞപ്പോ ഒരുപക്ഷെ കാസർഗോട്ടെ 75% ആളുകളുടെയും സ്റ്റാറ്റസ് അതായിരുന്നു എന്നുള്ളതാണ് സത്യം. അതായത് ലത്തീഫ് ഈ നാട് അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ നാട് അത്രത്തോളം സ്നേഹിക്കാനുള്ള കാരണം നിങ്ങൾ അത്രത്തോളം സ്നേഹം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒമാൻ ടെലിവിഷനും പിന്നെ ഒമാൻ എല്ലാ പത്രവും ഫ്രണ്ട് പേജിൽ തന്നെ എഴുതി വന്ന അബ്ദുൽ ലത്തീഫ് മേഡ് ഹിസ്റ്ററി എന്നാണ്, ചരിത്രം സൃഷ്ടിച്ചതാണ്. ആദ്യമായിട്ട് ഒരു വിദേശി മത്സരിച്ച് ജയിക്കുന്നില്ല. അതൊരു ശരിക്കും റിയലി പ്രൗഡ് മൂവ്മെന്റ് ആണ്. താങ്ക്സ് ടു ഗോഡ്, ദൈവത്തിന് സ്തുതി എന്ന് പറയാം. എന്തായാലും നേരത്തെ ലത്തീഫ് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, ചില സ്ഥലത്തെത്തിയാൽ ചില മനുഷ്യരുടെ വാക്ക് കേട്ടാല് ഒരു ദിവസം ജീവിക്കാനുള്ള എനർജി അതിൽ നിന്ന് കിട്ടുന്നു. പക്ഷെ ലത്തീഫ് നമ്മളോടൊപ്പം ചെലവഴിച്ച് 1/2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് സമയം, പക്ഷെ അത് കേൾക്കുന്നയാൾക്ക് ഒരു മാസത്തോളം ജീവിക്കാനുള്ള എനർജി കിട്ടും. അത് ചില മനുഷ്യർക്ക് മാത്രം കഴിയുന്ന ഒന്നാണ്. അതെ, സമ്പത്തും ഈ ഒരു പദവിയൊക്കെ ജീവിതത്തിന്റെ മറ്റൊരു ഭാഗമാണ്. പക്ഷെ എന്നും ചിരിക്കാൻ കഴിയുക എന്നുള്ളത്, എന്നും മനുഷ്യരെ ചേർത്ത് നിർത്താൻ കഴിയുക എന്നുള്ളത്, അത് അല്ലാഹു ചിലർക്ക് മാത്രം കൊടുക്കുന്ന പുണ്യാണ്. നമ്മളൊക്കെ പറയാറുള്ളത് പോലെ സമ്പത്ത് വാരിക്കൊടുത്തിട്ട് തീരുമായിരുന്നുവെങ്കിൽ അത് തിരിച്ചെന്റെ സമ്പത്ത് തീരേണ്ടതായിരുന്നു. കാരണം അത്രത്തോളം വാരിക്കോരി നൽകുന്ന മനുഷ്യനാണ്.
ഞങ്ങളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, സംഭാവനയ്ക്ക് വരുന്ന ആളുകൾക്ക് മുന്നിൽ വാതിലടക്കുന്ന മുതലാളിമാരുടെ നാട്ടില് സംഭാവനയ്ക്ക് എത്തുന്ന ആളുകളെ പോലും വിരുന്നുകാരെ പോലെ സ്വീകരിച്ചിരുത്തിയിട്ട് ചായ സൽക്കാരം നടത്തിയിട്ട് തിരിച്ചയക്കുന്ന വലിയൊരു മനസ്സിന്റെ ഉടമ. എന്തായാലും ലത്തീഫിച്ച കാസർഗോട്ടുകാരനായതില് ആ മനുഷ്യനോടൊപ്പം ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞത് നമ്മുടെയൊക്കെ പുണ്യാണ്. എന്തായാലും ഞങ്ങൾക്കൊപ്പം ഇത്രയധികം സമയം ചെലവഴിച്ചതിൽ ഒരുപാട് സന്തോഷവും നന്ദിയുണ്ട്. അള്ളാഹു ഇനിയും ഒരുപാട് ഉയരത്തിൽ എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളും നേരുന്നു.